ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത് അന്വർത്ഥമാവുകയാണ്. MT വാസുദേവൻ നായർ ഈ ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതുപോലെ മനുഷ്യനെ സംബന്ധിച്ച അനിവാര്യതകളിൽ ഒന്നാണ് താൻ. ആരും അറിയാതെ കടന്നു പോകണം, അജ്ഞാതനായി കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചാൽ പക്ഷേ നമുക്കങ്ങനെ വിടാൻ കഴിയില്ല. കാരണം മലയാളിയെ എത്രത്തോളം ഭ്രമിപ്പിച്ച കഥാകാരൻ എന്ന് പറയാം. നമ്മളെ എത്രത്തോളം നമുക്ക് അഭിമാനം, നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള അഭിമാനം കൂടി ഉണ്ടാക്കി തന്ന കഥാകാരനാണ്. ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ കായലടക്കം പങ്കെടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള മലയാള ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള കാലത്തെ ആകുലതകൾ, അല്ലെങ്കിൽ എങ്ങനെയാകും ഈ ഭാഷയുടെ മുന്നോട്ട് പോക്ക് എന്നതിനെക്കുറിച്ചുള്ള ആകുലതകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ഭാഷ പല വിധത്തിൽ അത് പരിഷ്കരിക്കപ്പെട്ട് കടന്നുപോയത് എന്നൊക്കെ അദ്ദേഹം കൃത്യമായി സമൂഹത്തോട് സംസാരിച്ചിരുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇല്ലാതെ പോകുന്നുവെന്നത് ഈ ഭാഷയുടെ ഒരു മുന്നോട്ട് പോക്കിനെ കൂടി MT പോലുള്ള ആളുകളുടെ അഭാവം ബാധിക്കുമോ എന്ന ആശങ്ക അല്ലെങ്കിൽ ഒരു ഭയം തീർച്ചയായും മലയാളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. കാരണം വഴികാട്ടാൻ, അക്ഷരങ്ങളെ വഴി നയിക്കാൻ, ശരിയായ ഭാഷയെ വഴി നയിക്കാൻ ഗുരുസ്ഥാനീയരായ ഇത്തരം ചില ആളുകളായിരുന്നു നമുക്ക് വലിയ ആശ്രയമായി ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഭാഷ അനാഥപ്പെട്ടു പോകില്ല എന്ന ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഭാഷയെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന ആശങ്ക കൂടി ഉണ്ട് ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളിൽ എന്നത് വ്യക്തമാണ്. മലയാളം അനാഥമായി എന്നാണ് സാംസ്കാരിക ലോകത്തിൻ്റെ ആദ്യ പ്രതികരണം. മലയാള ഭാഷയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച, മലയാളം ലോകത്തിന് സംഭാവന നൽകിയ ഏറ്റവും മഹാനായ കഥാകാരൻ കടന്നു പോവുകയാണ്. അവിടെ കാത്തുനിന്നവർക്ക് കാണാനുള്ളൊരു അവസരം നൽകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മധു പറഞ്ഞത് വലിയ ആൾക്കൂട്ടമല്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തുനിന്ന ആളുകൾ, അവർക്കൊന്ന് കാണാൻ അവസരം നൽകാതെ പോകാനും കഴിയില്ല എന്നതുകൊണ്ടാണ് വേഗത്തിൽ ആളുകളെ ഒന്ന് കണ്ട് പോകാനുള്ള ഒരു അവസരം ഒരുക്കുന്നത്. സമയം ഇപ്പോൾ 4:50 5 മണിക്ക് സംസ്കാര ചടങ്ങ് നടത്തേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനാണ് സംസ്കാര ചടങ്ങുകൾ തൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുക. നേതാക്കൾ, സർക്കാർ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എല്ലാവരുമുണ്ട്. മന്ത്രിമാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഹമ്മദ് റിയാസിനെയും MB രാജേഷിനെയും മുൻ MLA A പ്രദീപ് കുമാർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടേക്ക്, ഈ സ്മൃതിപഥത്തിലേക്ക് വന്ന ആളുകൾക്ക് ഒരു നോക്ക് കാണാനുള്ള അവസരമാണ്. MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഭൗതിക വ്യക്തിത്വമായി ഇനിയില്ല. പക്ഷേ MT വാസുദേവൻ നായർ എന്ന പേര്, MT എന്ന ദ്വയക്ഷരി മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം അനശ്വരമായിരിക്കും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. MTയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആ ശ്മശാനത്തിലേക്ക് എത്തിയ ആളുകൾക്ക് അതിനുള്ള അവസരം നൽകുകയാണ്. പരമാവധി വേഗം ആളുകളെ കടത്തിവിടാനാണ് ഇപ്പോൾ നേതാക്കളും പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ഇനി ഔദ്യോഗിക ബഹുമതി കൂടി വേണ്ടതുണ്ട്. അതിന് ഒരുപാട് സമയം എടുക്കുകയില്ല. 5:30 പൂർണ്ണമായും സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതോടുകൂടി MT ഒരു ഉജ്ജ്വല സ്മരണയാകും, ഒരു ദീപ്ത സ്മരണയാകും, മലയാള ഭാഷയുടെ കെടാവിളക്കായി മാറും. MT ഭാഷയെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും ഒരു ദീപസ്തംഭമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും നൂറ്റാണ്ടുകളോളം ഈ ഭാഷയ്ക്കും ഈ സംസ്കാരത്തിനും ഈ സാഹിത്യത്തിനും വെളിച്ചമാകും എന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ, മേയർ, മറ്റ് പ്രമുഖരെല്ലാവരും ഇപ്പോഴും അവിടെയുണ്ട്. അവസാനമായി എല്ലാവർക്കും വേഗത്തിൽ അദ്ദേഹത്തൊന്ന് കണ്ടുപോകാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കുകയാണ്. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. 5 മണിക്കാണ് സംസ്കാര ചടങ്ങ് നടത്തേണ്ടത്. ഒരുപക്ഷെ കുറച്ച് മിനിറ്റുകൾ വൈകാനുള്ള സാധ്യതകളുണ്ട്. അത്രയധികം ആളുകൾ അവിടെ കാത്തു നിന്നിരുന്നു. അവർ കൂടി അവസരം നൽകാതെ പോകാനും കഴിയില്ല എന്നതാണ്. ചടങ്ങുകൾ എന്തായാലും വളരെ കുറച്ച് സമയം, ഔദ്യോഗികമായ ചടങ്ങുകളുള്ളതിനാൽ ഒരു കുറച്ച് സമയം അതിനും കൂടി കരുതേണ്ടതുണ്ട്. ആ സമയത്ത് അവിടുത്തെ ഒരു തിരക്കൊക്കെ ഒഴിവാക്കുകയും വേണം. എന്തായാലും വേഗത്തിൽ പോലീസ് വേഗത്തിൽ ആളുകളെ കടത്തിവിടുന്നുണ്ട്. കോഴിക്കോട് നഗര മാതാവ് മേയർ ബീന ഫിലിപ്പുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസുണ്ട്. ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമാണ്. ഇനി ഔദ്യോഗിക ബഹുമതികൾ നൽകേണ്ടതുണ്ട്. 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.